ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി റീനു. തോരാതെ പെയ്യാം ഞാൻ, ശുഷ്കിച്ചാലും ശമിക്കാതെ, പിന്നെ ചിതറിയാലും അറുതിയില്ലാതെ. നീ കുളിർന്നിടുകിൽ, നീ തളിർത്തിടുകിൽ, അത്രമേൽ ഇഷ്ടമാണ് എനിക്ക് നിന്നെ, നിന്നെ മാത്രം. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന്. പ്രണയിക്കുന്ന ആ ആൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത, പ്രണയം സർവസ്വവുമായി കരുതുന്ന എല്ലാവർക്കുമായി ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. കൂടെ റീനു. സംശയിക്കണ്ട, ഈ ഫ്രൈഡേ ഞാനൊരു മൂവിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്, കൈറ്റ്സ്. കള്ളത്തിലുള്ള പ്രണയങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ മോശം അഭിപ്രായമാണ്. എന്നാലും ചില പ്രണയങ്ങളില്ലേ, അത് ആ കള്ളത്തരത്തിൽ നിന്നും ഒരു സത്യസന്ധതയിലേക്ക് പോവും. അതയാളോടായിരിക്കണം എന്നില്ല. ആ യാത്രയിൽ നമുക്കിഷ്ടമുള്ള ആളെ നമ്മൾ കണ്ടുപിടിക്കും. വേറൊരു കാര്യം കൂടി എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി കേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ ഇങ്ങനെ പറ്റിച്ച് പലപ്പോഴും മുന്നോട്ട് പോകുന്നത് നമ്മളെ ടച്ച് ചെയ്യുന്ന, നമുക്ക് വേണ്ടിയുള്ള ആ ആളെ കണ്ടുകെട്ടാത്തതുകൊണ്ടാണ്. ആണോ? ഇതിലെ കുറച്ച് ഡയലോഗ്സൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും ഞാൻ പറഞ്ഞ ഒപ്പീനിയനോട് യോജിക്കാൻ കഴിഞ്ഞേക്കാം. ആൻഡ് ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം തരണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Love is like a fire. Whether it is going to warm your heart or burn your house down, you'll never know. Club FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോഴെങ്കിലുമൊക്കെ ചിലരൊക്കെ ഈ ടൈം പാസ് പ്രണയത്തിൽ പെടുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട, അവരെ ടച്ച് ചെയ്യുന്ന ആളെ കണ്ടുകിട്ടാത്തതുകൊണ്ടാന്ന്. പക്ഷേ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നമുക്ക് കണ്ടുകിട്ടപ്പെടുന്ന ആ ആളില്ലേ, അയാൾ മറ്റൊരാളുടേതും ആയിരിക്കാം. കൈറ്റ്സിലെ പോലെ. She can't speak English, and you can't speak Spanish. How exactly did you fall in love? He is English and she is Spanish. പക്ഷെ പ്രണയത്തിന് ഭാഷ ഒരു പ്രശ്നമല്ലല്ലേ? ആണോ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കുറച്ചു കാലത്തേക്കൊക്കെ എല്ലാവരെയും പറ്റിക്കാം, പക്ഷെ എല്ലാ കാലത്തേക്കും എല്ലാവരെയും പറ്റിക്കാൻ പറ്റുമോ? ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. കൈറ്റ്സ് എന്ന മൂവിയിൽ കങ്കനയുടെ അച്ഛന് ചെറിയ സംശയം തോന്നുന്നുണ്ട്. ഇവൻ ശരിക്കും എൻ്റെ മകളെ പ്രണയിക്കുന്നുണ്ടോ, അതോ അവളുടെ പൈസയാണോ അവനിഷ്ടം? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം മനസ്സിലാക്കിയെന്ന് പറയാല്ലേ. പലപ്പോഴും പല റിലേഷൻഷിപ്സിലും അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ തടസ്സമായിട്ട് വരാറുണ്ട്. അവർ പറയും ഈ വ്യക്തി നിനക്ക് ചേരില്ല എന്ന്. ചിലപ്പോഴൊക്കെ അത് അവരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടും അവരുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ കൊണ്ടുപോകാനുമായിരിക്കും. പക്ഷെ ചിലപ്പോഴെങ്കിലുമൊക്കെ അതിലൊക്കെ കുറേ കാര്യം കാണും കേട്ടോ. അച്ഛനും അമ്മയും എപ്പോഴും റിലേഷൻഷിപ്പിനെതിരെ നിൽക്കുന്നവരാണ്, അതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കേണ്ടെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നെവർ. ഒരു റിലേഷൻഷിപ്പിൽ 2 വർഷം ആലോചിക്കാതെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടുപോകൂ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.